ഹലോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. ഇന്ന് നമ്മുടെ സിദ്ധുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ആക്ച്വലി അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതാണ് മുന്നേ, പക്ഷേ നമുക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അന്ന്. അപ്പോൾ നമ്മൾ ഇന്നാണ് കേട്ടോ അത് സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ ഡെക്കറേഷൻ കണ്ടില്ല, ഡെക്കറേഷൻസൊക്കെ നമ്മൾ ചെയ്തു. എല്ലാവരുടെയും ബലൂൺസും ഒക്കെ നമ്മൾ തന്നെ കേട്ടോ ഒറ്റയ്ക്ക് ചെയ്ത്. ഞാനും ചേച്ചിയും സുധി എല്ലാവരും കൂടിയിട്ട് തന്നെ ബലൂണ് വീർപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും സിദ്ധു എണീറ്റ് വന്നപ്പോൾ ഇതെല്ലാം കൂടി കണ്ടപ്പോൾ അവന് എന്താന്നുള്ള അന്തം വിട്ടിരിക്കുക നോക്കിയിരിക്കുക കേട്ടോ അവൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഞാനും ചേച്ചിയും കൂടി വേഗം റെഡി ആവാൻ പോയി. കുട്ടികളെയും ഞങ്ങളെയൊക്കെ റെഡിയാക്കാൻ പോയി. ഞങ്ങൾ റെഡിയായി വന്ന് വേഗം നമ്മൾ കുറച്ച് അപ്പുറത്തൊരു പാറയൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് കാണാൻ നല്ലൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ അവിടെ വെച്ച് സിദ്ധുവിൻ്റെ 1-2 നല്ല ഫോട്ടോസ് കിട്ടുമോയെന്ന് വെച്ച് പോയതാണ്. പക്ഷെ ഒരു ഫോട്ടോ പോലും അവൻ കിട്ടിയിട്ടില്ല. മൊത്തം കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പം തന്നെ മനസ്സിലായതായിട്ട് ഇന്നത്തെ സെലിബ്രേഷൻ മൊത്തം കോളാവും എന്നുള്ളത്. നമ്മളെ വീട്ടിൽ എല്ലാം ഡെക്കറേഷനും എല്ലാം കഴിഞ്ഞു. ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് നമ്മൾ സിദ്ധുവിനൊരു ചെറിയ ദോശയൊക്കെ കൊടുക്കുന്നുണ്ട് ചാരു, കാരണം ആൾക്കാർ വരുമ്പോൾ ഇനിയിപ്പോൾ അവൻ കരയണ്ടെന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്കൊക്കെ നമുക്ക് വന്നു. ഇതാട്ടോ നമ്മുടെ ബർത്ത്ഡേ കേക്ക്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങിയ കരച്ചിലവൻ്റെ. പിന്നെ അവൻ നിൽക്കണേ ഉണ്ടായിരുന്നില്ല, കരഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ടൈം കരച്ചിൽ തന്നെയായിരുന്നു. ഒരാളുടെ അടുത്തും പോകണം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെ കേക്ക് ഇങ്ങനെ വായിൽ വെച്ച് തരുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സുധീർ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഗിഫ്റ്റൊക്കെ, ഒരു വണ്ടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, സിദ്ധുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ അടുത്തുള്ള കുറച്ച് ആൾക്കാരെയും സുധീര ഫ്രണ്ട്സും എൻ്റെ ഓഫീസിലുള്ള ആൾക്കാരും കൊളീഗ്സും എല്ലാം ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മളും ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകാനൊക്കെ തുടങ്ങി കേട്ടോ. ഓഫീസിൽ നിന്ന് ആകെ 4 സ്റ്റാഫ്സേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കുട്ടികളും എല്ലാവരും ഭക്ഷണം കഴിക്കുക. ഇത് കഴിഞ്ഞ് വലിയൊരു പരിപാടിയാണ്. ഈ ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ തിരിച്ചയച്ചു വയ്ക്കുക എന്നുള്ള പരിപാടിയാണ് ഏറ്റവും വലിയ പരിപാടി. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അവനും ഒരു സൈഡിൽ നിന്ന് എന്തൊക്കെയോ വലിച്ച് പൊട്ടിക്കണമൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഡെക്കറേഷൻസും എല്ലാം അയച്ചു വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനെക്കാട്ടിൽ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്താണെന്നറിയോ? നമുക്ക് ഈ ഗിഫ്റ്റ്സൊക്കെ കിട്ടില്ലേ, ആ ഗിഫ്റ്റൊക്കെ തുറന്ന് നോക്കാൻ, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആൻസൈറ്റി ഉണ്ടല്ലോ. എൻ്റെ അമ്മേ, ഇവരെല്ലാവരും പോയി കഴിഞ്ഞിട്ട് വേണം അതൊക്കെ തുറക്കാൻ പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ. ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞതും ഞങ്ങളെല്ലാം തുറന്നു നോക്കി. ഡ്രസ്സുകളും അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറേ കാലത്തിന് ഡ്രസ്സൊന്നും സിദ്ധുവിനെ മേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറേ ഡ്രസ്സൊക്കെ കിട്ടി. നമ്മളെല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കുട്ടികളെയും ഫ്രഷാക്കി ഞങ്ങളും ഫ്രഷായി. ഞങ്ങൾ വേഗം പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.